അമ്മാവാ എന്തോ ചാക്കില്? ഞാൻ ഇവിടെ വിളയിച്ച പച്ചക്കറികൾ. അതും കൊണ്ടല്ലേ അമ്മാവൻ രാവിലെ ചന്തക്ക് പോയത്? ഓ പക്ഷെ ഞാൻ വിറ്റില്ല ഇത്. വിറ്റില്ലേ? ഇല്ല. ആന്തേ? അവിടെ ഇരിക്കണ കച്ചവടക്കാർക്കൊന്നും ഒരു മര്യാദ ഇല്ല മോളെ. ആന്തമ്മാവ് അങ്ങനെ തോന്നാൻ കാരണം? നീ ഒന്ന് മനസ്സിലാക്കും. വെയിലൊന്നുമില്ല, മഴയൊന്നുമില്ല, കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ടില്ല ഈ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ ചെയ്യണ ജൈവ പച്ചക്കറിയല്ലേ, ജൈവ പച്ചക്കറി കൃഷിയല്ലേ. നമ്മൾ എന്തെങ്കിലും വേറെ തൈലോ ഒന്നും അടിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ പുഴുവൊക്കെ വന്ന് നമുക്ക് കൈ കൊണ്ട് എടുത്ത് മാറ്റിയൊക്കെ അതിൽ ചെയ്യണം. അത്രയും നല്ല രീതിയിൽ നമ്മൾ നോക്കി അവിടെ കൊണ്ട് വരുമ്പോഴേ അതിനുള്ള വില നമുക്ക് തരണ്ടേ? അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കാമെങ്കിലും വേണ്ടേ? ഇത് ഒരുമാതിരി കളിയാക്കും പോലെ മോളെ. എന്തായാലേ അമ്മാവൻ ആ കാര്യം പറഞ്ഞത് ന്യായമാണ്. അമ്മാവൻ അവർക്ക് കൊടുക്കാണ്ടിരുന്നത് നന്നായി. അത് തന്നെ. പക്ഷെ എനിക്കുള്ളൊരു സംശയം എന്താണെന്നറിയോ, ഇത്രയും സാധനങ്ങൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവച്ചാൽ ചീഞ്ഞു പോകൂലേ? അപ്പോഴും അമ്മാവന്റെ കഷ്ടപ്പാട് വെറുതെ ആവുക. ഞാൻ അത്ര മണ്ടനൊന്നും അല്ല മോളെ. എന്റെ കയ്യിൽ നല്ല ഐഡിയ ഒക്കെ ഉണ്ട് കേട്ടാ. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. ഞാൻ ഒരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. എന്തുവാ? ഈ സാധനത്തിന് ഞാൻ നാറുകോല് കൊണ്ടുവയ്ക്കും. നാറുകോല് കൊണ്ട് വിറ്റല്ല നമ്മൾ ചോദിച്ച പൈസ തരും. ജൈവ പച്ചക്കറിക്കൊക്കെ അവർ ഭയങ്കര വിലയാണ്, അറിയാം. എന്നാലും ഇപ്പൊ ഇത്ര സാധനത്തിന് ഏകദേശം എത്ര രൂപ കിട്ടും? ഇത് എന്തായാലും ഒരു 700-800 രൂപ എന്തായിരുന്നാലും കിട്ടും. 700 അമ്മാവന് കിട്ടും. ഇവിടെ അമ്മാവന് പറഞ്ഞ സ്ഥലം എന്താ? നാറുകോല്. ഇവിടെ അമ്മാവന് നാഗർകോവിൽ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരാൻ ഏകദേശം വണ്ടിക്കൂലി എത്രയാവും? വണ്ടിക്കൂലിയും ചെലവും ചായ കുടി ചെലവും കൂടെ ഒരു 300 രൂപയ്ക്കകത്ത് 300 രൂപയാക്കും. ബെസ്റ്റ്. ഇത് വിറ്റിട്ട് ഒരു 700 രൂപ കിട്ടും. എന്നിട്ട് അമ്മാവന്റെ ബാക്കി ചെലവുകളെല്ലാം കൂടി കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് അമ്മാവന് ലാഭമുള്ളത്? മോളെ, ഇത് ലാഭത്തിന്റെ കാര്യമല്ല, അഭിമാനമാണ്. അഭിമാനമാണ് വലുത്. അഭിമാനം അമ്മാവൻ പുഴുങ്ങി തിന്നുമല്ലേ? ഒന്ന് പോയാ അമ്മാവാ. ഇവിടെ എങ്ങാനും കൊണ്ടുപോയി വേഗം വിറ്റിട്ട് വരാൻ നോക്കിയേ. അഭിമാന പ്രശ്നം. മോളെ അങ്ങനെ പറയരുത് കേട്ടാ. പട്ടിണി കിടന്നാലും അഭിമാനം വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് മങ്കി സിംഗ് പറഞ്ഞിട്ടുള്ളത്. അതേ കിടക്കണം വീണ്ടും മങ്കി സിംഗ്. എന്റെ അമ്മാവ ഇതേപോലെ അഭിമാനത്തിന്റെ പ്രശ്നം പറഞ്ഞ് പട്ടിണി കിടന്ന് മരിച്ചു പോയതാണ് ആ മങ്കി സിംഗ്. അമ്മാവൻ അറിയോ അത്? മങ്കി സിംഗ് മരിച്ചു പോയി? അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലേ. നീ എങ്ങനെ അറിഞ്ഞത്? ഞാനതൊരു ബുക്കിൽ വായിച്ചായിരുന്നു മങ്കി സിംഗ് മരിച്ചു പോയെന്ന്. ഞാൻ വായിച്ചില്ലല്ലോ. അമ്മാവൻ ആ ലക്കം കിട്ടിയിട്ടുണ്ടാവൂല. അല്ല മോളെ, ഇത് ഇതിനെ കൊണ്ട് ബഹുമാരെ മുമ്പിൽ പോയെന്ന് വെച്ചാൽ അവൻ്റെയൊക്കെ മുമ്പിൽ ഞാൻ അങ്ങനെ അവൻ്റെയൊക്കെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കുകൂടി. അമ്മ മുഖത്ത് നോക്കണ്ടാന്ന്. അപ്പൊ ഇങ്ങനെ നൈസായിട്ട് കൊടുത്ത് വിറ്റാ പൈസ വാങ്ങിച്ചിങ്ങ് പോരെ. ആണാ? അമ്മമാർക്ക് ഒരു വിലയില്ലടി മക്കളെ. പോവാൻ പറ. പിന്നെ ഒരു കാര്യം, പോയി കിട്ടണേന്റെ ഒരു 100 രൂപ അമ്മാവൻ എനിക്ക് തരണം. അതെന്തിന്? ഈ ഐഡിയ ഞാനല്ലേ പറഞ്ഞു തന്നേ. അല്ലെങ്കിൽ ഇത് ചെയ്യോ? ഇത് ഇവിടെ നിന്ന് ചീഞ്ഞ് പുഴു അരിച്ചിരിക്കും. വേം പോയിട്ട് വിറ്റിട്ട് പൈസയും കൊണ്ട് വാ. കൊണ്ടുവരാം. പാവം അവൻ.